പച്ചയായ മനുഷ്യന് ഒരു മരുന്നും കൊടുക്കാതെ ഒരു മരവിപ്പിക്കലും നടത്താതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ കാല് വെട്ടിമുറിച്ചു വാപ്പാ. ഉറുവതങ്ങൾ അറിഞ്ഞില്ല വാപ്പാ. ഒരു കൊതുക് മൂളിയാൽ അറിയുമല്ലോ, ഒരു കൊതുക് കടിച്ചാൽ അറിയുമല്ലോ. നമ്മുടെ നമസ്കാരം അങ്ങനെയാ. പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടിമുറിച്ചിട്ടാ സ്വഹാബി അറിഞ്ഞില്ല. അവിടെ നിന്ന് നിസ്കരിക്കുമ്പോ മുറിച്ച കാലിലൂടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ അവിടുത്തെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിൽക്കാതെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അടുക്കളയിൽ മീൻ പൊരിക്കുന്ന സമയത്ത് തിളച്ച എണ്ണയിൽ നിന്ന് ഒരു തുള്ളി തെറിക്കുമ്പോ സഹിക്കാൻ കഴിയാത്ത പെങ്ങള് സൈത്തെണ്ണ തിളപ്പിക്കുകയാ. സൈത്തെണ്ണ തിളപ്പിച്ചു. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിടഞ്ഞങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. പിടഞ്ഞങ്ങ് താഴെ വീണു. വൈദ്യന്മാര് വല്ലാത്ത വിഷമത്തിലാണ്. ആരാണ് കാല് മുറിച്ചതെന്ന് പറയുന്നത്? എല്ലാവരും പ്രയാസത്തിൽ നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയുവോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെടുകയാ. കാലും പോയി മോനും പോയി. അങ്ങനെയാ പറയുക. എല്ലാവരും പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ ഉർവതങ്ങൾക്ക് ബോധം അവിടെ നിന്ന് തിരിച്ചു വരികയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് വെട്ടിമുറിച്ചു തങ്ങളെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെടുകയാ. രണ്ടാമത് പറഞ്ഞു, തങ്ങളെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ട് തങ്ങളെ. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തേ തങ്ങള് കാല് പോയെന്ന് പറഞ്ഞപ്പോ, മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറയുന്നത്? അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് റബ്ബ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. രണ്ട് കാല് തന്നിട്ട് രണ്ടും അല്ലാഹു എടുത്തില്ലല്ലോ, എനിക്ക് ഒരെണ്ണം തിരിച്ചു തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാ. എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഒരു കാലല്ലേ ഉള്ളൂ. അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, സഹോദരാ, നിന്റെ ജീവിതത്തിൽ പറയാൻ ഇങ്ങനെ ഒരു വക്കത്തുണ്ടല്ലോ. 30, 40, 50, 60 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്ന ബാബാ, നിസ്കരിക്കുന്ന പെങ്ങളെ, പറയാൻ ഇങ്ങനെ ഒരു വക്കത്ത് നിന്റെ ജീവിതത്തിലുണ്ടോ? പിന്നെ എന്തുറപ്പാ നിനക്കുള്ളത്? പിന്നെ എന്തുറപ്പാ നിനക്കുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കളിക്കല്ലേ വാപ്പാ, അല്ലാഹനെ കളിയാക്കല്ലേടാ ചെറുപ്പക്കാരാ. അല്ലാഹനെ എങ്ങാനും നീ കളിയാക്കിയാ അല്ലാഹ് നിന്നെയും കളിയാക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ അല്ലാഹ് നിന്നെ കളിയാക്കുന്നതെന്നറിയോ? എപ്പോഴാ അല്ലാഹ് നിന്നെ കളിയാക്കുന്നതെന്നറിയോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ വാപ്പാ, നിന്റെ ഭാര്യ, നിന്റെ മക്കള് ആരെങ്കിലും നിന്റെ ചെവിയിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ, അത് കേട്ടിട്ട് പറഞ്ഞിട്ട് മരിക്കാനുള്ള ആഗ്രഹത്തോട് നീ അത് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ലടാ. അല്ലാഹ് നിന്നെയും കളിയാക്കും പെണ്ണേ.
അതുകൊണ്ട് മരണം മോശമാകുന്ന, ആഖിബത്ത് മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗമല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ കളിക്കുന്നവനെ, നിന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നീ അള്ളാനെ കളിയാക്കിയ, നീ റബ്ബിന്റെ മുന്നിൽ നിന്ന് കളിച്ച, അള്ളാഹ് അവസാനം നിന്നെയും കളിപ്പിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവെ നിന്നെ ഭയന്നുകൊണ്ട് ഒരു വക്കത്തെങ്കിലും നിസ്കരിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ നീ മരിക്കുന്ന ദിവസം അവസാനത്തെ വക്കത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അവരാ. ചിലരൊക്കെ വാച്ചി നോക്കും, 11:30 അതാ നോക്കുന്നില്ലേ, 11:30 നിർത്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലർ വാച്ചി നോക്കുന്നു. നിർത്താറായോപ്പാ, വിളിച്ചേരം ഇരിക്കുവോ, കുറച്ചു നേരം കൂടി ഇരിക്കുവോ, ഇരിക്കാവോ? എങ്കിൽ ഞാൻ പറയാം, എന്തായാലും ഇപ്പം നാളെ വാഴുന്നില്ലല്ലോ, എന്തായാലും പോയി ഇനി അങ്ങോട്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ അടഞ്ഞാരോ കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകും. മരിക്കാൻ വല്ല അസുഖവും വേണോ? മരിക്കാൻ വല്ല അസുഖവും വേണോ? ഉറക്കപ്പുറ വേണോ? അസുഖം ഇല്ല എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കുമോ? ഇല്ല. സമയായ പോകും. പോകുന്നത് എപ്പോഴാണെങ്കിലും നല്ലതുപോലെ പോകണം. ഇത്തിരി നേരത്തെ ആയ ഇത്രയും കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി, കുറച്ചുകൂടെ കഴിഞ്ഞാലോ വീണ്ടും നീണ്ടുപോകും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്തെങ്കിലും പരീക്ഷണം തരാൻ നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്ക്. അള്ളാഹു നമുക്കൊക്കെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 4 കാര്യം ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ പിരിവെടുക്കണ്ട. അത്ര തന്നെ. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പള്ളിയുടെ ലെറ്റർ പേഡും പഠിച്ചിട്ട് പിരിവെടുക്കാൻ. അങ്ങനെ ഒരു ഗതി അള്ളാഹു വരുത്തൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്യുമോ? പൈസ ചിലവൊന്നുമില്ല, പേടിക്കണ്ട. പൈസ ചിലവൊന്നുമില്ല. പിരിവില്ല, ബക്കറ്റ് പിരിവില്ലേ? അപ്പോൾ ബക്കറ്റ് പിരിവുണ്ടോ? ഇപ്പം എടുക്കണ്ട, എടുത്ത് ഓടിക്കളയും. ഇരിക്കും. ബക്കറ്റ് എടുക്കാൻ തന്നെ പേടിയാണ്. കാരണം എടുത്ത് ഓടാൻ പറ്റുന്ന അവസരം. ബക്കറ്റ് എടുക്കുമ്പോൾ പോകാൻ അള്ളാഹു ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പേടിക്കണ്ട, ഞാനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹിഫ്ള് പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ കോളേജ്, ഇതിന് കള്ളുകുടിയൻ്റെയും പെണ്ണുകുടിയൻ്റെയും പലിശക്കാരൻ്റെ പൈസ ഒന്നും വേണ്ട. അള്ളാഹു നിനക്ക് തോന്നൽ തരുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോയി, ഇല്ലെങ്കിൽ മിണ്ടാതെ പൊക്കോ. അതന്നെ. നിന്നെ അള്ള തെരഞ്ഞെടുത്ത അനർത്ഥം എന്തേ? നിന്റെ സമ്പത്ത് നല്ലതാ. ഉണ്ടായിട്ടും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നീ മനസ്സിലായിക്കോണം, സമ്പത്തിൽ സൂക്ഷ്മതയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം 4 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്നത് വരെ പിരിവെടുക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്തൂടെ പോരാ, ചെയ്തൂടെ? ഞാൻ പറഞ്ഞു തരാം, ആദ്യം കേട്ട് നോക്ക്. നേരെ ഇരിക്ക്. ഇൻഷാ അല്ലാഹ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ, ഉസ്താദന്മാരൊക്കെ ഇരിക്കും. നേരെ ഇരി മനുഷ്യന്മാർ. അള്ളാഹു ആഫിയത്തും ആരോഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിനെ ബഹുമാനിച്ച ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹു നമുക്കൊക്കെ സാലിഹത്തായ ഭാര്യമാർ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. കഴുത്തറുത്തിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ കാലമാണ്. കെട്ടിയവനെ, എടി ആമിനെ, നീ പോണെങ്കിൽ പൊക്കോ, എന്തിനാ കൊല്ലണേ? ചില ഭർത്താക്കന്മാർക്ക് ഇവിടുന്ന് പോകുന്നത് ഈ സന്തോഷമാണ് എന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പിള്ള എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പെണ്ണുമ്പിള്ള എങ്ങാനും ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടാ. എല്ലാവരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞെന്ന്. അവസാനം നിങ്ങൾ അവളെ പൊക്കി നിർത്തും. പലർക്കും കൈപൊക്കാൻ പേടി എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തന്നെ സ്വർഗത്തിലാണെങ്കിൽ ഇവളുണ്ടോ? ഞാനില്ല ഉസ്താദെ. വല്ല പത്മശ്രീയൊക്കെ തരണമെങ്കിൽ എനിക്കാ തരേണ്ടത്, ഇവളെ സഹായിക്കുന്ന. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
അള്ളാഹു നല്ല ജീവിതം നൽകി. എനിക്ക് ഇവിടേക്ക് ഈ 2 പെണ്ണ് കിട്ടുന്നവരുണ്ടോ? അപ്പോൾ കിട്ടുന്നവരുണ്ടില്ല. എങ്ങനെയാണോ അള്ളാഹു. ഞാൻ സ്ഥലം പറയണില്ല. ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പിരിയാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രായമുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദെ ഒന്ന് വാന്ന് പറഞ്ഞ് വിളിച്ച് അകത്തോണ്ട് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പറയണേ ഈ സാധു. നല്ല സമ്പന്നനാ, കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവസാനം സംസാരം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പോകണ വഴി ഞാൻ ചോദിച്ചു, അറിയാം അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു പെണ്ണുങ്ങൾക്കൊക്കെ, അള്ളാഹു നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് അള്ളാഹു അവർക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞേ? 4 കാര്യം പക്ഷെ അത് ചെയ്തൂടെ. 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 8 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ അല്ലേ? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണ്ടേ? ഇവിടെ 7 മണിക്ക് സൂര്യൻ അടിച്ചിട്ട് എഴുന്നേക്കണില്ല. പിന്നെ ഇപ്പം ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വാപ്പ നീ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. പെങ്ങളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ ഒളിവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക, 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളിവെടുക്കുക, 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരമായി കയറുക. എന്ന് പറഞ്ഞാൽ അസലാത്ത് ഖൈറും മിനന്നൗം എന്ന് വിളിച്ചതിൻ്റെ ജവാബ് പറഞ്ഞിട്ട് കാലം കുറേ ആയില്ലേ അല്ലേ? സുബഹി നിസ്കരിക്കുന്നവനും കേൾക്കത്തില്ല ഇത്. അസലാത്തു ഖൈറും മിനന്നൗം സദഖത്താവ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല. സുബഹിക്ക് ബാങ്ക് പിടിക്കുമ്പോൾ ആണുങ്ങൾ പള്ളിക്കകത്ത്, നിങ്ങൾ പിന്നെ പള്ളി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ജാഥയൊന്നും നടത്തിയേക്കരുത്, വലിയ പ്രശ്നമാണ്. നിങ്ങളെ പള്ളി കൊണ്ടുവരും കബറടക്കം, അത്രയേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ നിസ്കാരപ്പായി കയറിക്കോ, മരിക്കുന്നത് വരെ ദാരിദ്ര്യമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തൂടെ? നീ വേണമെങ്കിൽ ചെയ്യ്, എനിക്കൊന്നും നേട്ടമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യ്, എനിക്ക് വേണമെങ്കിൽ അപ്പന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ഇറച്ചി തിന്നാൻ നിൽക്കരുത്. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങിയേക്കണം. വിത്ർ നിസ്കരിച്ച് കയറത്തെ പോയി കിടന്നേക്കണം. ഈ അവിടെ ഇവിടെ നിന്നിട്ട് ഇറച്ചി തിന്നുന്ന പരിപാടി, പച്ചയിറച്ചി തീറ്റി, അസൂയ, ഏശനി, പരദൂഷണം ഒന്നും വേണ്ടപ്പാ. നല്ലത് പറഞ്ഞുകൊണ്ട് പോയി കിടന്നുറങ്ങ്. നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. എല്ലാവരും പോക്കറ്റിൽ ഒന്ന് കൈയിട്ടിട്ട് ഒരു നല്ല സദക്ക എടുത്തോ. അല്ല പറഞ്ഞെന്തെന്നറിയോ? നിന്റെ ഒന്നും പൈസ എനിക്ക് ഓസിന് വേണ്ട. അല്ല എന്താ പറഞ്ഞേ? ഞാൻ നല്ല സമ്പന്നനെ, എനിക്ക് നിന്റെ പൈസ വേണ്ട, നിന്റെ പൈസ എനിക്ക് വേണ്ട. എൻ്റെ ഖുർആൻ പഠിക്കുന്ന, എൻ്റെ കിതാബ് പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് നീ എന്തെങ്കിലും കൊടുത്താ, ഖുർആനിൻ്റെ അഹ്ലുകാരായ ഈ മക്കൾ, ഈ പാവപ്പെട്ട ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്താൽ നിനക്ക് തന്നെയാ നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ, അല്ലാഹു നിന്റെ വിപത്ത് തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. മനുഷ്യ, ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്ന നിന്റെ 2 നില വീടിൻ്റെ പ്രമാണം ആ വീട് വിറ്റാലും മാറാത്ത രോഗ. നീ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാ ക്യാൻസർ. 10 രൂപ നീ ബക്കറ്റിട്ടാ ചിലപ്പോൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കിഡ്നി പോയാ 25-30 ലക്ഷം വേണമെന്ന് മാറ്റിവെക്കാൻ വെച്ചാലും അതങ്ങോട്ട് സക്സസ് ആകാറില്ല. നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിടു പെങ്ങളെ, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ബിസ്മില്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്, നിനക്ക് ദുആ ചെയ്യാൻ. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആ മലക്ക് പാപം ചെയ്തിട്ടില്ല. നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള മലക്ക് ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ, സുബഹിക്ക് വന്നതാ, രാവിലെ വന്നതാ, നീ എന്തെങ്കിലും സദക്കയിട്ടാൽ ഈ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ ഒരൽപ്പം കൊടുത്തവനാ അല്ലാ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ അവന് വാരിക്കോരി കൊടുക്കണേ അല്ലാ. മലക്ക് ദുആ ചെയ്യും. കയ്യിൽ വെച്ചിട്ട് നീ ഉറക്കം നടിച്ച മലക്ക് അപ്പോഴും ദുആ ചെയ്യും. ഉണ്ടായിട്ട് കൊടുത്തില്ല, അല്ലാഹുവേ നീയും ഇതുപോലെ പിടിച്ചു വെക്കണേ എന്ന് ദുആ ചെയ്യും. അത് അവസാനം നിനക്കെതിരായി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖ എന്ന മരുന്ന് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മരണസമയം മോശമാകുന്ന, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ നഷ്ടപാളി ആരെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഓരോ ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവനെ നിന്റെ മരണം മോശമാടാ, നിന്റെ ആക്കിബത്ത് മോശമാ, നിനക്കും മരണം അള്ളാഹു നല്ലത് തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 3 മിനിറ്റ് നിനക്ക് നിന്റെ ഫോണൊന്ന് താഴെ വെക്കാൻ, നിന്റെ നാവിനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ. എടാ, റോഡിൽ നിന്ന് വഅദ് പറയുന്നവൻ ബാങ്ക് വിളിച്ച പ്രസംഗം നിർത്തും. മുസ്ലിമല്ല, അമുസ്ലിമീങ്ങൾ പോലും ബാങ്ക് വിളിക്കുന്ന, വർഗീയത പറയുന്ന ഈ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും വഅദ് പറയുന്നവൻ ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തും 2-3 മിനിറ്റ്. എന്നാൽ പള്ളിക്കകത്തിരുന്ന് നമ്മൾ സംസാരിക്കും. കമ്മിറ്റി ഓഫീസിൻ്റെ അകത്ത് സംസാരം. അള്ളാൻ്റെ പള്ളി ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും നിനക്കൊന്ന് 3 മിനിറ്റ് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. നിനക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മരണം മോശമാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ 30 കൊല്ലത്തെ അമല് പോയി. അലിയാര് തങ്ങൾ പറയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊതുവെ അറിയോ, ബാങ്ക് വിളിക്കണ സമയത്ത് മിണ്ടാതിരുന്ന് ആ മുഅദ്ദിന് പറയുന്നത് പോലെ അതിൻ്റെ ജവാബ് പതുക്കെ പറഞ്ഞ് നീ ദുആ ചെയ്ത അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ബാങ്കിന്റെ ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ പെട്ടെന്ന് പറയുന്നു, ബാങ്കിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിന് അവിടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു കഴിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പറയണേ, നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പറയണേ. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് വസീല തേടണേ. എനിക്ക് റബ്ബ് വസീല തരുന്നതിന് വേണ്ടി, സ്വർഗത്തിലെ പദവി എനിക്ക് അല്ലാഹു തരുന്നതിന് വേണ്ടി നിങ്ങൾ സ്വലാത്ത് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ പറയുമ്പോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ബാങ്കിന്റെ ജവാബ് പറഞ്ഞ് എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും അള്ളാഹുവിനോട് എനിക്ക് വസീല തേടിയാ, നാളെ മാരാരിമംഗലം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുന്ന ദിവസം ഖബർ പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശ ലോകത്ത് നിന്ന് കോടാരി കോടി മലക്കുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ സൈന്യമുണ്ടല്ലോ. അവര് വന്നിട്ട് ചൈനയുടെ വൻമതിലിനെക്കാളും വലിയ മതിൽ കെട്ടുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും സുലൈമാൻ നബിയും യഹിയാ നബിയും ഹാറൂൻ നബിയും ഈസാ നബിയും എല്ലാ പ്രവാചകന്മാരും അവരവരുടെ കാര്യം നോക്കുന്ന പരലോകമുണ്ടല്ലോ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും നെട്ടോട്ട് മൂടുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് പാങ്കിനെ ബഹുമാനിച്ച മനുഷ്യ, പാങ്കിനെ ആദരിച്ച പെങ്ങള്, മുത്തുനബി നിന്നെയും കാത്ത് അല്ലാഹുവേ ഹൗദുൽ കൗസറിന്റെ ചാരത്തെ കയ്യിലെ വെള്ളവും പിടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആ പാങ്കിനെ ബഹുമാനിച്ചവന്, ആ പാങ്കിനെ ആദരിച്ചവന് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് മുത്തുനബി വെള്ളവുമായിട്ട് കാത്തു നിൽക്കുകയാണ്. നീ കടന്നു ചെല്ലുമ്പോ നിനക്ക് കുടിക്കാൻ വെള്ളമെന്തെന്ന് വജബത്തിലഹു ശഫാഅതി, മുത്തുനബിയുടെ കൂട്ടുകാരനായി മുത്തുനബിയുടെ അതിഥിയായി നിനക്ക് നാളെ സ്വർഗത്തിൽ കിടക്കാ അല്ലാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതെ അതിൻ്റെ ജവാബ് പറഞ്ഞു ബാങ്കിൻ്റെ ദുആ ചെയ്ത നല്ല മരണം, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. 2, മുത്തുനബിയുടെ അതിഥിയായി സ്വർഗത്തിൽ കിടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവരാണ് അല്ലാഹു ബാങ്കിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച മക്കൾ ആദരിച്ചത് നമ്മൾ കണ്ടില്ലേ? അള്ളാഹിൻ്റെ ഖുർആൻ പഠിച്ച മക്കൾ അള്ളാഹുവെ ഒരു സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരകളിൽപ്പെട്ട ഒരു സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ അതൊരു ഭാഗ്യമല്ലേ മനുഷ്യ? മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നത് പോലെ അല്ലല്ലോ മുത്തുനബിയുടെ കുടുംബക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതൊരു മഹത്വമല്ലേ? ഇതിനെക്കാലം എന്തേ ഇനി വേണ്ടേ? ഇതിനെക്കാലം എന്തേ ഈ മക്കൾക്ക് വേണ്ടത്? ഇവരുടെ ജീവിതത്തിൽ ഇതിനെക്കാലം എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? ഈ ഖുർആൻ പഠിച്ച മക്കൾ, അതിൽ ചെറിയ കുട്ടി വരെ അള്ളാഹു ആ മക്കൾക്കൊക്കെ ഓർമ്മശക്തി നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കുമാറാകട്ടെ. വാപ്പ, നിനക്കും കൊതി തോന്നാറില്ലേ വാപ്പ? നിന്റെ മോന് ഇതുപോലൊരു ദിവസം വാങ്ങണ്ടേ? നിന്റെ മക്കളല്ലെങ്കിലും നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ, നിന്റെ മക്കളുടെ മക്കളെങ്കിലും അല്ലെങ്കിൽ നിന്റെ കൂടപ്പറപ്പിൻ്റെ മക്കളെങ്കിലും ഒരു ദിവസം ഇതുപോലെ വാങ്ങുന്നത് കാണാൻ നിനക്ക് കൊതിയില്ലേ? ഈ വാങ്ങുന്ന മക്കളെ നിങ്ങൾ കണ്ടില്ലേ? ഇതിനേക്കാൾ എന്ത് അംഗീകാരമാ വേണ്ടേ? അള്ളാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട എന്താ ഉള്ളേ? പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലും നേരെ ചുവ ഓതാൻ അറിയാത്ത ഈ ഉമ്മത്തിന്റെ നടുവിൽ 114 സൂറത്തുകൾ ഹൃദയത്തിൽ ചുമക്കുന്ന മക്കളല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരാരെന്നറിയോ? ഇന്ന് മുതൽ അവരാരെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഈ മക്കൾ സാധാരണ മനുഷ്യരല്ല, അവർ സാധാരണ വ്യക്തികളല്ല, അവർ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാ. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഖുർആൻ എല്ലാവർക്കും അള്ളാഹ് കൊടുക്കൂല. അള്ളാഹിക്ക് എല്ലാവർക്കും ഒന്നും അള്ളാഹ് ഖുർആൻ കൊടുക്കൂല. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. ഈ മക്കൾക്ക് അവർക്ക് അള്ളാഹ് കൊടുത്തതാ. ഈ മക്കൾ അള്ളാഹിൻ്റെ മുന്നിൽ കൈനീട്ടിയിട്ട് പാപ്പ നീ പറ, തങ്ങന്മാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരെന്നല്ല, ഈ മുത്തല്ലിമായ ഈ ഖുർആൻ പഠിച്ച മോൻ്റെ കയ്യെ പിടിച്ചിട്ട് പറ, മോനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യടാ, മോനെ അവനെ തൊടണമെങ്കിൽ ഉളവെടുക്കണമെന്ന ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു. ഖുർആൻ പഠിച്ചവനെ തൊടണമെങ്കിൽ ഉളവെടുക്കണം. ഈ ഖുർആൻ പഠിച്ച ഈ ആദരിച്ച മക്കൾ ആ മക്കളുടെ കയ്യെ പിടിച്ചിട്ട് പറ, മോനെ നീ എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം കൂടെ അള്ളാഹിനോട് പറയണേ. മോനെ നീ ഖുർആൻ പഠിച്ചവനാ, നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖുർആൻ പഠിച്ച ഹാഫിള് അള്ളാഹ് ഇഷ്ടപ്പെട്ടവൻ, അവൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. പാപ്പ
അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അവന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അവന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, ഖബറിന്റെ അകത്തും മണ്ണ് തിന്നാതെ കിടക്കും. ഇന്നു മുതൽ അവനുള്ള ഭാഗ്യം. ഖബറിന്റെ അകത്തവനെ കൊണ്ട് ഖബറടക്കി, ഖുർആൻ പഠിച്ച മക്കളെ കൊണ്ട് ഖബറടക്കിയ മണ്ണ് തിന്നൂല. നിന്നെ കൊണ്ട് 3-ന്റെ അന്ന് പലക ഇളക്കിയ നിന്റെ കണ്ണ് അല്ലാഹ് മുഖത്തുണ്ടാകും. ഈ കണ്ണിന്റെ ഭാഗത്തൊരു കുഴിയും നിന്റെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകും. 7-ന്റെ അന്ന് പലക മാറ്റിയ ബലൂണ് പൊട്ടിയതുപോലെ നിന്റെ സർവ്വതും പൊട്ടിപ്പോയിട്ടുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവനെ അടക്കിയിട്ട് 100 കൊല്ലം കഴിഞ്ഞ് നീ പോയി നോക്ക്, കഫന്തുണി പോലും കീറൂല വാപ്പ. കാരണം അവൻ ഖുർആൻ ചുമക്കുന്നവനാ, ഖുർആൻ പഠിച്ചവനാ. അതിനുവേണ്ടിയായി 100 കുട്ടികൾ ഇവിടെ വന്ന് കിടക്കണേ. വീടില്ലാഞ്ഞിട്ടല്ല, നിന്നെക്കാളും വലിയ വീടുണ്ട് വാപ്പ മക്കൾക്ക്. ഈ മുത്താലിങ്ങൾ വീട്ടിൽ തിന്നാനില്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്ന് കിടക്കുന്നേ. അവൻ്റെ വാപ്പായും ഉമ്മായി അവനെ പോറ്റാൻ കപ്പാസിറ്റി ഇല്ലാത്തവരല്ല. നിന്നെക്കാളും വലിയ സമ്പന്നൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്നിട്ടും വന്ന് അല്ലാഹുവേ പടച്ചവനെ, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉള്ള സൗകര്യത്തിൻ്റെ അകത്ത് കിടക്കണത് എന്തിനെന്നറിയോ? ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, നീ മന്തി ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുന്ന ഫുഡും കഴിച്ചിട്ട് പഠിപ്പിക്കണ ഉസ്താദും പഠിക്കുന്ന വിദ്യാർത്ഥിയും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന മനുഷ്യന് എല്ലാവർക്കും ഒരേ ഫുഡ്. ഇതെല്ലാം കഴിച്ചിട്ട് വർഷങ്ങളോളം ഇവിടെ കിടക്കുന്ന എന്തിനെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാനാവാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളെയാ നിങ്ങൾ സഹായിക്കേണ്ടത്. ആ മക്കൾക്കാ നിങ്ങൾ അന്നം കൊടുക്കേണ്ടത്. ആ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴാ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാൻ സമയമില്ല ഉമ്മ. എനിക്ക് ചോദിക്കാൻ നിനക്ക് തോന്നുന്നെങ്കിൽ കൊടുത്താൽ മതി ഉമ്മ. ഖുർആൻ പഠിച്ച മക്കളെ നീ കണ്ടില്ലേ? ഹാഫിളീങ്ങളായ മക്കളെ അവരുടെ കൈ ആദരിക്കുന്നത് കണ്ടില്ലേ? ഈ മക്കളുടെ ഉമ്മയാകണം നീ. ഈ മക്കളുടെ ഉമ്മ. നീ വീട്ടിൽ വളർത്തുന്നത് നീ ഒന്ന് ചാകാൻ വേണ്ടി കാത്തിരിക്കുക. വീടിൻ്റെ മുന്നിൽ കവറ് കുഴിച്ചിട്ടിട്ടിരിക്കണ മക്കൾ. അമ്മായിക്ക് വീടിൻ്റെ മുന്നിൽ കവറ് കുഴിച്ചിട്ട് കാത്തിരിക്കുക, തീർന്ന ഉടനെ എടുത്തിട്ട് മണ്ണിട്ട് മൂടാൻ. ഇങ്ങനത്തെ മക്കൾ അല്ലാഹുവേ പടച്ചവനെ, തിരുവനന്തപുരം ഭീമാ പള്ളിയിൽ ബോധമില്ലാത്ത ഉമ്മാനെ കൊണ്ടുവന്ന് തെള്ളിയിട്ടിട്ട് ഓടുന്ന മക്കൾ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള മക്കളുടെ കാലത്ത് ഉമ്മ, നീ പെറ്റില്ലെന്നല്ലേ ഉമ്മ ഉള്ളൂ, നീ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ മക്കളാ ഉമ്മ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100-ൽ പരം മക്കൾ നിന്റെ മക്കളാ. നീ പറയണം, ഞാൻ 100 മക്കളുടെ ഉമ്മയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പഠിക്കുന്ന മക്കൾക്കൊക്കെ നീ ഭക്ഷണം കൊടുത്താൽ നീ അവൻ്റെ ഉമ്മ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾക്ക് അന്നം കൊടുക്കുന്നവരുണ്ട്, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുന്നത് അല്ല എന്താ തരാന്ന് പറഞ്ഞതറിയോ? വേസനല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ അള്ളാഹുവിൻ്റെ അഹിലുകാരാ. ഈ അഹിലുകാരായ അല്ല ഇഷ്ടപ്പെട്ട ഈ മക്കൾക്ക് നീ ഭക്ഷണം കൊടുത്ത അല്ല തരാമെന്ന് പറഞ്ഞ പ്രതിഫലം വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗവാ ഉമ്മ. സ്വർഗം മരിക്കുന്ന സമയത്ത് നീ കണ്ടിട്ടില്ലേ? ഓരോ ആൾക്കാർ വെള്ളിയാഴ്ച മരിക്കണ നീ കണ്ടിട്ടില്ലേ? ചിരിച്ചോണ്ട് കിടക്കണ കണ്ട്. എന്നാൽ ചില മയ്യത്ത് കാണാൻ പേടിയാ. പോണ്ടടാ, പേടിക്കും, പോകണ്ട എന്ന് പറഞ്ഞ് മക്കളെ തടയുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാൻ 3 പ്രതിഫലം പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കണോ. ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കണോ വേണ്ടേ? നിങ്ങൾ തീരുമാനിക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, 3 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ല പറഞ്ഞു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. അല്ലയാ പറഞ്ഞ സ്വർഗം തരാന്ന്. സിറാജല്ല, മുത്തുനബി അല്ല, നിന്നെ പടച്ച അല്ലയാ പറഞ്ഞ് നിനക്ക് സ്വർഗം തരാമെന്ന്. പെങ്ങളെ, പൊന്നുമോളെ, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, നിന്റെ വാപ്പ റമളാൻ മാസത്തിൽ മരിച്ചു. 4 പേരോട് അഭിമാനത്തോടു കൂടി പറയുന്ന എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, അവര് മരിച്ച നിനക്കൊന്നും കിട്ടാനില്ലട്ടാ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കിതാബിലില്ല. നീ പ്രതീക്ഷിക്കാൻ വേണ്ട. നിനക്ക് വേണമെങ്കിൽ അവര് മരിച്ചതുപോലെ മരിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുക്കുന്ന മനുഷ്യൻ്റെ അവസാനം അല്ലാഹു നന്നാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പടച്ചവനെ, 80ഓളം മക്കൾക്ക് ഇനി ഭക്ഷണം വേണം. 200ഓളം പടച്ചവൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാഹുവേ, ഈ 100 മക്കളെ നിങ്ങൾക്കൊന്ന് തെരഞ്ഞെടുക്കാൻ കഴിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം മരണവേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ. മലക്ക് ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? നീ
അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനല്ലേ? ഖുർആനിന്റെ അഹ്ലുകാർക്ക് അന്നം കൊടുത്തവനല്ലേ? നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്നാ. എന്തിനാണ് ഈ വഅദിന്റെ സദസ്സിൽ പോയിട്ട് സ്വർണ്ണമൂരി കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട പൈസ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന പെങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ഉമ്മയോട് പറയുകയാ. രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണം എന്തിനാണ് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. അല്ല നിനക്ക് തരുന്ന പ്രതിഫലം വാപ്പാ കാണും. വാപ്പാ, നിന്റെ വാപ്പയായ ആദം നബി ജീവിച്ച, നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി ജീവിച്ച നമ്മുടെ തറവാടുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും എടുക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ വാപ്പാ, ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ പെങ്ങള്. ഇത് ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ, ഇത് ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാ. അല്ലാഹുവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഒന്ന് കണ്ടിട്ടില്ല ചില മയ്യത്ത് കണ്ണ് തെള്ളി, വാ തുറന്ന്, മുഖം കറുത്ത്, വായിലൂടെ പതയും നൊരയും രക്തവും ഒലിപ്പിച്ച് കിടന്ന കിടന്നു മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്നവർ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടില്ലേ മനുഷ്യ, എത്രയോ ചിരിക്കുന്ന മുഖം. ഒന്ന് നോക്കിയിട്ട് പിന്നെയും നോക്കുക, ഒന്ന് നോക്കിയിട്ട് കൊതി തീരുന്നില്ല, പിന്നെയും ഇങ്ങനെ നോക്കുക. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ മയ്യത്ത് എത്ര പ്രാവശ്യം നിസ്കരിച്ചു വാപ്പച്ചി, അതല്ലേ? എത്ര പ്രാവശ്യം, ആരാ ഇൽമ പഠിച്ചൊരു മനുഷ്യനല്ലേ, എത്ര പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ചു. അതൊക്കെയല്ലേ മരണം. കണ്ടില്ലേ വാപ്പ, നിനക്കും കിടക്കണ്ട അതുപോലെ. നിനക്ക് ഇൽമ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ഇതിൻ്റെ കൂടെ കൂടിയ നിനക്കും നിന്നെ കാണുന്ന മനുഷ്യൻ നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ പറയും, അല്ലാ അബൂബക്കർ എന്താ ചിരി, എന്താ പ്രകാശം. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം നൽകണേ അല്ലാ. വാപ്പ 40 പേര് നല്ലത് പറഞ്ഞാൽ സ്വർഗ വാപ്പ. ഹജ്ജ് ഉംറയൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിന്റെ മയ്യത്ത് കണ്ടിട്ട് വരുന്ന 40 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കണം, പ്രകാശിക്കണം. ഈ നാട്ടിലെ ഓരോ പെണ്ണും ആഗ്രഹിക്കണം നീ മരിച്ചതുപോലെ മരിക്കാം. അപ്പോഴാ നീ വിജയിയാകണേ, അപ്പോഴാ നീ നിന്റെ ഉമ്മാടെ മോളാവണേ, അപ്പോഴാ നിന്റെ ഉപ്പച്ചിയുടെ മകളായി നീ മാറുന്നത്. ഉപ്പ പോയതിനേക്കാളും മനോഹരമായിട്ട് നീ പോകണം. അള്ളാഹു നിനക്കതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 2 ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നോ? ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നോ? പരമനുഷ്യ തിന്നൂല. ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നൂല. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തോന്നുന്നുണ്ടോ ഈ ഉസ്താദന്മാരൊക്കെ എന്തിനാ ദുആ ചെയ്യണേ? എല്ലാ ഉസ്താദന്മാരും ദുആ ചെയ്യില്ല, ഞങ്ങളുടെ മക്കളെ എഞ്ചിനീയർ ആക്കണമെന്നല്ല ദുആ ചെയ്യണേ, ഡോക്ടർ ആക്കണമെന്നല്ല. അള്ളാഹുവേ നീ ഹാഫിളാക്കണം. എന്തേ ദുആ ചെയ്യണേ? ഉസ്താദന്മാര് പോലും അങ്ങനെ ദുആ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ഹാഫിളിന് അല്ല കൊടുക്കുന്ന പ്രതിഫലം അവനെ മണ്ണ് തിന്നൂല, ഖബറിൻ്റെ അകത്ത് കിടക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ മക്കൾക്ക് അന്നം കൊടുത്ത അല്ല തരുന്നൊരു പ്രതിഫലം പറഞ്ഞു തരട്ടെ. സ്വർണ്ണം ശരീരത്ത് കിടക്കണ സ്വർണ്ണം ഊരി കൊടുക്കണം ഉമ്മ. നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ 100 കുട്ടികൾ, എത്ര കുട്ടികളാ അപ്പോൾ ഉള്ളത്? എത്ര കുട്ടികളുണ്ട്? മൊത്തം 100 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. അവിടെ വാഫി ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ മുത്താലിയങ്ങൾ. അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കുന്ന 100 മക്കൾ ഇവിടെയുണ്ട്. ഈ 100 മക്കൾക്ക് നീ ഒരു ദിവസം കൊടുത്താൽ മതി, എന്നെങ്കിലും ഒരിക്കൽ. ഞാനതേ പറയും,
ഒരു മുത്തല്ലിമിനെ നീ ഏറ്റെടുത്ത അവൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ 100 പേർക്ക് അന്നം കൊടുത്താലോ? ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 മക്കൾക്ക് എന്നെങ്കിലും ഒരു ദിവസം അടുത്ത വർഷത്തിന് മുമ്പ്, ഞാനതേ പറയൂ, അല്ല നിനക്ക് ആയുസ് തന്ന, നിനക്ക് അല്ലാഹു സമ്പത്ത് തന്ന, നിന്റെ ഭാര്യയും മക്കളുമായിട്ട് ഈ കോളേജിൽ വന്നിട്ട് ഒരു ദിവസം ഈ മക്കൾക്ക് അന്നം കൊടുത്ത അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മ 40ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹിന് 25 വയസ്സ്. 25 വയസ്സുള്ള മുത്തുനബി 40 വയസ്സുള്ള ഖദീജ ബീവി വിവാഹം കഴിച്ചു. എത്ര കൊല്ലം ജീവിച്ചെന്നറിയാവോ? 25 കൊല്ലം. 25 കൊല്ലം മരിക്കണ വരെ നബി മറന്നില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്ന ഖദീജയെ 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. അവസാനം 65ാമത്തെ വയസ്സിൽ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിൻ്റെ അന്ന് അവിടെ നിന്ന് കുളിച്ചൊരുങ്ങിയിട്ട് 65 വയസ്സുള്ള ഉമ്മ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ അകത്ത് കയറി വന്നു. ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് അവസാനം റസൂലുള്ളാഹിൻ്റെ മടിയിൽ ഖദീജ ബീവി തലവെച്ച് കിടന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുക. എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കണേ? എന്തൊരു പ്രകാശവാ നബിയെ, എന്തൊരു സൗന്ദര്യവാ നബിയെ. റസൂലുള്ള ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി, ഞാൻ പോവാ 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയെ. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കാം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. കരയുന്ന ഭാര്യയുടെ വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് റസൂലുള്ള ഇരുന്ന് കരയുക. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കൈപിടിച്ച് മാറ്റിയിട്ട് ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? എന്നെ വിട്ടിട്ട് പോകുകയാ ഖദീജ, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ. മുത്തുനബി ചോദിച്ചത് ഒരു ഭാര്യയോട്, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു? 25 കൊല്ലം എൻ്റെ കൂടെ കിടന്ന നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. 25 കൊല്ലം എൻ്റെ കൂടെ കിടന്ന നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. പെങ്ങളെ, ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു മുത്തിൻ്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെന്നറിയോ? നിനക്കത് കിട്ടൂല. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, അത് ഖദീജയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്തിനെന്നറിയോ? 25 കൊല്ലം റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ശബ്ദമുയർത്താത്തവളാ ഖദീജ. ആ ഖദീജ ബീവിയോട് മുത്തുനബി പറയാ, നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. കേൾക്കേണ്ട താമസം 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ഉമ്മ കൊടുത്തു. അവിടെ നിന്ന് ഉമ്മ കൊടുത്തിട്ട് ആ 65 വയസ്സുള്ള ഉമ്മ മുത്തുനബിയോട് ചോദിക്കാൻ, നബിയെ 3 ആഗ്രഹമുണ്ട്, മരിക്കാൻ ഞാൻ പോവാ, എനിക്കൊരു 3 മോഹമുണ്ട്, സാധിച്ചു തരുവോ? എന്തേ ഖദീജ നീ പറ. അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു, നബിയെ ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം, എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, എൻ്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം. എൻ്റെ ജനാസ പൊതിയുമ്പോൾ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ പുതപ്പ് വേണം എൻ്റെ കഫൻ തുണിക്കകത്ത് വെക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടാമത് പറഞ്ഞു, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന തുണി കൊണ്ട് വേണം എന്നെ കഫൻ പൊതിയാൻ, എൻ്റെ കഫൻ തുണിക്കകത്ത് വെക്കണം. മൂന്നാമതായി പറഞ്ഞു, എൻ്റെ മയ്യത്ത് കബറിൽ ഇറക്കി വേണ്ടത് ആരുമല്ല, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇറക്കി വെക്കണം. ഖദീജ ബീവി മരണപ്പെട്ടു. ഉമ്മച്ചി മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാൻ്റെ റസൂലാണ്. ലോകത്ത് ആർക്കായി ഭാഗ്യമുള്ള?
അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ നിന്ന് കഫം പൊതിയുന്ന സമയത്ത് തൻ്റെ ചുമലിൽ കിടക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുക, തൻ്റെ ഭാര്യയ്ക്ക് പൊതിയാൻ. അവിടുത്തെ കഫം തുണിക്കകത്ത് പുതപ്പ് വെച്ചു. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിൻ്റെ അകത്ത് ഇറക്കുമ്പോൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ